കാട് കയറാതെ കാട്ടുകൊമ്പന്മാർ ജനവാസ മേഖലയിൽ. മൂന്നാറിൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ പരിഭ്രാന്തിയിലാഴ്ത്തി സെവൻ മല പർവ്വതി ഡിവിഷനിലെ കട്ടക്കൊമ്പന്റെ വിളയാട്ടം. കാഞ്ഞിരവേലിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഇന്ദ്രിയ എന്ന വയോധികയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് സമീപത്താണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുത്ത ആണ് കാഞ്ഞിരവേലി നാട്ടുകാരുള്ളത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മൂന്നാർ സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിൽ നാട്ടുകാർ കട്ടക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും തൊഴിലാളികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. തൊഴിലാളികൾ ബഹളം വെച്ച് ആനയെ തുരത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് തോട്ടം തൊഴിലാളികൾ ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയത്. നേരിമംഗലം കാഞ്ഞിരവേലിയിലും ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 4 ഏക്കറോളം കൃഷിയാണ് നശിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീടിന് സമീപത്താണ് വീണ്ടും കാട്ടാന എത്തിയത്. ഇന്ദിരയുടെ മരണത്തിനു ശേഷം പ്രദേശത്ത് 24 മണിക്കൂറും RRT സംഘത്തിന്റെ നിരീക്ഷണമുണ്ടാകുമെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും ഇത് നടപ്പിലായിട്ടില്ല. പ്രതിരോധ മാർഗങ്ങൾ പ്രഖ്യാപനം മാത്രമാവുകയാണെന്ന് ആരോപിച്ച് കാഞ്ഞിരവേലിയിലെ നാട്ടുകാർ ജനകീയ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.